التمسك بالأثر نجاه. അതിനുശേഷം അൽ ഹദീസുൽ ഹാദി വൽ ഇശ്റൂൻ 21ാമത്തെ ഹദീസ്. الحديث الحادي والعشرون عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: قال الله عز وجل: يؤذيني ابن آدم يسب الدهر وأنا الدهر بيدي الأمر أقلب الليل والنهار. متفق عليه. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: قال الله تعالى: يؤذيني ابن آدم يسب الدهر وأنا الدهر أقلب الليل والنهار. متفق عليه. ഖുദ്സിയായ ഒരു ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു എന്ന് പറയുന്നതായ ഹദീസുകൾക്കാണല്ലോ ഖുദ്സിയായ ഹദീസ് എന്ന് പറയുന്നത്. അതിൽ അള്ളാഹു തആല പറയുകയാണ്: യുഅ്ദീനി ഇബ്നു ആദം, ആദം സന്തതി എന്നെ ഉപദ്രവിക്കുന്നു. യസ്ബുദ്ദഹർ, അവൻ കാലത്തെ തെറി പറയുകയാണ്. വഅന ദഹർ, ഞാനാണ് കാലം. ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാപ്പകലുകളെ മാറ്റിമറിക്കുന്നത് ഞാനാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. മുത്തഫഖുൻ അലൈഹിയായ ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ച ഹദീസാണ്. ഈ ഹദീസിൽ കാലത്തെ ചീത്ത പറയാൻ പാടില്ല എന്ന പ്രധാനപ്പെട്ട ഒരു പാഠാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. എന്തുകൊണ്ടാണ് കാലത്തെ ചീത്ത പറയാൻ പാടില്ല എന്ന് പറയുന്നത്? അതിൻ്റെ താല്പര്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വഅന ദഹർ ഉഖല്ലിബുൽ ലൈല വന്നഹാർ. കാരണം കാലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഞാനാണ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനാണ് രാപ്പകലുകളെ മാറ്റുന്നത്. നിങ്ങൾ കാലത്തെ ചീത്ത പറയുക എന്ന് പറയുമ്പോൾ ഇവിടെ സംഭവിച്ച എന്തെങ്കിലും ഒരു സംഭവ വികാസത്തിനായിരിക്കും നിങ്ങൾ ചീത്ത പറയുന്നത്. ഒന്നുകിൽ മഴ അധികരിച്ചത്, അതല്ലെങ്കിൽ മഴ ഇല്ലാത്തത്, വരൾച്ച ഉണ്ടായത്, അതല്ലെങ്കിൽ വലിയ കാറ്റ് വന്ന് ഒരുപാട് നാശനഷ്ടം ഉണ്ടായത്, അല്ലെങ്കിൽ തീരെ കാറ്റില്ലാതെ ചൂട് വന്നതിന്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കാണല്ലോ ആളുകൾ പൊതുവെ പൊറുതികേട് കാണിച്ചുകൊണ്ട് ദേഷ്യപ്പിടിക്കുക, എന്തെങ്കിലുമൊക്കെ പറയാം. നശിച്ച കാറ്റ്, നശിച്ച മഴ, എന്തൊരു നശിച്ച വെള്ളപ്പൊക്കമാണിത്. പലരും ഇത് പറഞ്ഞു പോയിട്ടുള്ളതാണ്. നശിച്ച വർഷം 2025 നശിച്ച വർഷം തന്നെ, അല്ലെങ്കിൽ ആ പ്രളയം വന്ന വർഷത്തെ 2018 നശിച്ച വർഷം തന്നെ, ഇങ്ങനെയൊക്കെ ആളുകൾ പറയാറുണ്ട്. ഈ വർഷം അങ്ങനെ. ഇനി വേറെ ചില സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന പദങ്ങളാണെങ്കിൽ അങ്ങനെ തന്നെ, ഉദ്ദേശം ഒന്ന് തന്നെ. പല രീതിയിൽ ആളുകൾ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നു മാത്രം. എന്ത് തന്നെയാലും പഴിച്ചുകൊണ്ടുള്ള വാക്ക് തന്നെയാണ് അവർ നാവുകളിലൂടെ ടൈപ്പ് ചെയ്തിട്ടോ മറ്റോ ഒക്കെ പറയുന്നത്. ഇത് പാടില്ല. എന്തുകൊണ്ട്? കാരണം ഉഖല്ലിബുൽ ലൈല വന്നഹാർ, രാപ്പകലുകളെയും അതുപോലെ സൂര്യചന്ദ്രാദികളെയും നക്ഷത്രങ്ങളെയും കാറ്റിനെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, എല്ലാത്തിൻ്റെയും അധിപൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ്. അള്ളാഹു ഉദ്ദേശിക്കാതെ ഒരു തുള്ളി മഴ അധികം പെയ്യുകയില്ല. അള്ളാഹു ഉദ്ദേശിച്ചിട്ടല്ലാതെ ഒരിറ്റ് കാറ്റ് അധികം കൂടുകയില്ല, ഒന്നും തന്നെ. അപ്പം അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ ഇതൊന്നും ചെയ്യുകയില്ല, സംഭവിക്കുകയില്ല. ഇതിനൊന്നും സ്വന്തമായി മഴ പെയ്യാനുള്ള അധികാരമോ അവകാശമോ ഇല്ല. കാറ്റുകൾക്കും എല്ലാത്തിനും അങ്ങനെ തന്നെയാണ്. ഇവിടെ എന്ത് സംഭവിക്കുന്നുവോ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിഞ്ഞ് അവനത് നേരത്തെ രേഖപ്പെടുത്തി അവൻ ഉദ്ദേശിക്കുന്ന സമയത്ത് സംഭവിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ചീത്ത പറയുമ്പോൾ യഥാർത്ഥത്തിൽ ആരെയാണ് ചീത്ത പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. അപ്പം അള്ളാഹുവിനെ ഒരാൾ അറിയാതെ ചീത്ത പറയുന്ന കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അറിഞ്ഞ് ചീത്ത പറയുകയാണെങ്കിൽ കുഫ്റാണ്, സംശയമില്ല. അതിവിടെ പറയേണ്ട ആവശ്യമില്ല. ആദ്യത്തെ പാഠങ്ങളിൽ കഴിഞ്ഞു. ഒരാൾ അള്ളാഹിനെ നേരിട്ട് ചീത്ത പറഞ്ഞാൽ അതിന് പിന്നീട് സംശയമോ അഭിപ്രായ വ്യത്യാസമോ അതിൻ്റെ ചിന്തകളോ മറ്റൊന്നും പരിഗണിക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞു. അത് ദീനുൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി കഴിഞ്ഞു ഒരാൾ അള്ളാഹിനെ ചീത്ത പറയാമെന്ന് പറഞ്ഞാൽ. മുനാഫിക്കുകൾക്കല്ലാതെ അത് സംഭവിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത്തരം വാക്കുകളിൽ ഇങ്ങനൊരു സംഭവം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന കാര്യത്തെ ഉണർത്തലാണ്. ഗൗരവമുള്ള ഷിർക്കിനെ കുറിച്ച്, ദീനിന്ന് പുറത്തു വന്ന ഷിർക്കിനെ കുറിച്ചൊക്കെ നേരത്തെയുള്ള പാഠങ്ങൾ ചർച്ച ചെയ്യും. ഇനി നിങ്ങൾ അറിയാതെ സംഭവിക്കുന്ന ചില ഷിർക്കൻ വാക്കുകൾ, പദങ്ങൾ, രീതികളൊക്കെ ഉണ്ട്. അതാണ് ഇവിടെ പറയുന്നത്. നശിച്ച കാലം, നശിച്ച മഴ എന്നൊന്നും നിങ്ങൾ പറയാൻ പാടില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കാലത്തെ നിയന്ത്രിക്കുന്നത്. അതിലുള്ള മഴയെയും കാറ്റിനെയും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല എന്നാണ്. ഒരു ഹദീസിൽ കാണാം, വല തഖൂലു ഖൈബത്തദ് ദഹർ, കാലദോഷം, കാലക്കെടുതി, അതിനെക്കുറിച്ച് നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. നശിച്ച കാലം, അത്തരം വാക്കുകൾ പറയാൻ പാടില്ല. ഫഇന്നല്ലാഹ ഹുവദ് ദഹർ, കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തന്നെയാണ് കാലം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണിത്. എന്നാൽ ഒരാൾ ഇങ്ങനെ പറയാൻ ഇതൊരു കടുത്ത ദിവസമായിരുന്നു എന്നൊക്കെ ഒരാൾ പറയുകയാണെങ്കിൽ അതിനെ ചീത്തയൊന്നും പറയുന്നില്ല. ആ ദിവസത്തിൽ എന്താണ് സംഭവിച്ചത് ഒരാൾ പറയാണ്. ഉദാഹരണത്തിന് ജനുവരി 1 വളരെ പ്രയാസം നിറഞ്ഞൊരു ദിവസമായിരുന്നു, ഒരു കടുത്ത ദിവസം തന്നെയായിരുന്നു. അപ്പം അന്ന് ചിലപ്പോൾ വലിയൊരു അപകടം നടന്നിട്ടുണ്ടാവാം. അങ്ങനെ ഒരാൾ പറയുകയാണെങ്കിൽ അത് തെറ്റില്ല. കാരണം ആ ദിവസത്തിൽ സംഭവിച്ചു പോയൊരു അപകടത്തെക്കുറിച്ച് അതിനെക്കുറിച്ചൊരു ഖബർ പറഞ്ഞു എന്ന് മാത്രം ആക്ഷേപിക്കുന്നില്ല. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുള്ളതാണ്. വഖാല ഹാദാ യൗമുൻ അസീബ്,
അവൻ പറഞ്ഞു ഇതൊരു അസീബായ ഷദീദായ ഒരു കഠിനമായ ഒരു ദിവസം തന്നെയായിരുന്നു എന്ന് പറഞ്ഞതാണ്. ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും, ഇതൊരു കടുത്ത ദിവസമായിപ്പോയി, ഒരു പ്രയാസമുള്ള ദിവസമായിപ്പോയി എന്ന രൂപത്തിൽ ഒരാൾ പറയുകയാണെങ്കിൽ അത് ആക്ഷേപാർഹമായ ഒരു പറയലേൽക്കില്ലെങ്കിൽ അത് യാതൊരു കുഴപ്പവും ഇല്ലാത്തതാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതല്ല എങ്കിൽ അത്തരം വാക്കുകൾ നമ്മൾ പറയാൻ പാടില്ല. കാരണം അതിൻ്റെ പ്രധാനപ്പെട്ട അപകടം എന്ന് പറയുന്നത് ഒന്നുകിൽ അവൻ ഇങ്ങനെ ചിന്തിക്കണം, ഈ കാലാണ് സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മഴ ചീത്ത പറയുമ്പോൾ മഴക്ക് വേണമെങ്കിൽ പെയ്യാം അല്ലെങ്കിൽ പെയ്യാതിരിക്കാം, മഴക്ക് വേറെ എവിടെയെങ്കിലും പോയി മഴ ഉദ്ദേശിച്ചിട്ട് മഴ സ്വന്തമായിട്ട് ചെയ്യുകയാണ്, അങ്ങനെ മഴക്ക് തന്നെയാണ് ഉപകാരോപദ്രവങ്ങൾ ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് നാം വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, മറ്റ് പല മതസ്ഥരിലും അങ്ങനെയുണ്ട്. ഓരോന്നും അതിൻ്റെതായ ദേവന്മാരാണ്, അഗ്നിദേവൻ, അതേപോലെ സൂര്യനൊരു ദേവൻ, അങ്ങനെ ഓരോന്നിനും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അതാത് ശക്തികളൊക്കെ അതൊരു പ്രത്യേക ശക്തികളാണ്. സൂര്യനൊരു ശക്തിയാണ്, എല്ലാത്തിനും ശക്തിയാണ്. അപ്പോൾ സൂര്യനൊക്കെ കൂടിയാൽ അതിനെ ആക്ഷേപിക്കുമ്പോൾ അതിന് സ്വന്തമായി കഴിവുള്ളതുപോലെ ഒരു വിശ്വാസമുണ്ട്, അത് ശിർക്കുൻ അക്ബറാണ്. ഇനി അതല്ലെങ്കിലുള്ള അപകടം ഈ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ നേരെ ചീത്ത പറയുന്നത് പോലെയാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആലയാണ് ഇതൊക്കെ ചെയ്തത്. അപ്പം എന്തിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല എങ്ങനെ ചെയ്തത്? അത് അള്ളാഹു തആലക്ക് അതിൻ്റെ പിന്നിൽ ഹിക്മത്ത് ഉണ്ടാകും. ഏതൊരു പ്രയാസവും ഇവിടെ സംഭവിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ അടുക്കൽ ഷർറുൻ മഹ്ലായ പൂർണ്ണമായ ഷർറായ ഒരു പ്രവൃത്തിയും അള്ളാഹുവിൻ്റേതില്ല. നമുക്ക് തോന്നുന്നതാണ് ചില ഷർറുകൾ, അതിൻ്റെ പിന്നിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ ഖൈറുകൾ നിശ്ചയിച്ചിട്ടുണ്ടാകും. നമുക്കത് പ്രയാസമായി തോന്നുകയാണ്. അപ്പം നമുക്ക് കാര്യപ്പെട്ടൊരു രോഗം മാറണമെങ്കിൽ നമുക്ക് വളരെ കൈപ്പേറിയതായ പല ട്രീറ്റ്മെൻറ്റുകൾ നടത്തേണ്ടി വരും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രയാസമാണ്. പക്ഷെ നമുക്ക് അതുകൊണ്ട് അവസാനം എന്ത് കിട്ടുന്നുണ്ട്? ഗുണം കിട്ടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ പ്രവൃത്തികളും നമുക്ക് ഷർറായി തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് ഖൈറുകൾ വേറെ ഉണ്ടാവും, നമുക്കറിയില്ല. പ്രളയം വന്ന് ഒരുപാട് ആൾക്കാർ മരിച്ചുപോയി, എന്താണ് അതിൻ്റെ ഖൈറ്? ആൾക്കാർ ചിലപ്പോൾ വേറെ അല്ലാതെ പലരും ചോദിക്കും. അല്ലാഹു തആലക്ക് അറിയാം എന്തിനാണ് സംഭവിച്ചത്, റബ്ബ് സുബ്ഹാനഹു വതആലക്ക് അറിയാം. അതുകൊണ്ട് അല്ലാഹു തആലയുടെ പ്രവൃത്തികളിൽ ഒരു ഷർറുമില്ല, അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആലയുടെ പ്രവൃത്തികളിലേക്ക് അവനെ കുറ്റം പറയുന്ന കാര്യത്തിലേക്കാണ് നമ്മൾ കാലത്തെക്കുറിച്ച് ചീത്ത പറയുമ്പോൾ അത് വരുന്നത്. അതുകൊണ്ട് അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ പറയുന്ന സമയത്ത് അത് ശ്രദ്ധിക്കണം. ഇനി മറ്റൊരു മസല, ദഹർ എന്നുള്ളത് അള്ളാഹിൻ്റെ നാമങ്ങളിൽപ്പെട്ടതാണോ? ഹലി ദഹ്റു മിൻ അസ്മാ ഇല്ല. കാരണം അനദ്ദഹർ എന്ന് അള്ളാഹു തആല തന്നെ പറയുന്നുണ്ട്, ഞാനാണ് ദഹർ. ഇതിൽ നിന്നും ലാഹിറായി മനസ്സിലാക്കിയ ചില ലാഹിരി മദ്ഹബുകാരായ ചില പണ്ഡിതന്മാർ അത് അള്ളാഹുവിൻ്റെ നാമമാണ് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. മുൻഗാമികളിലുമുണ്ട്, ശേഷക്കാരായ വളരെ എന്നാൽ ദുർബലമായൊരു അഭിപ്രായമാണ്. ഇബ്നു ഹസ്ം റഹിമഹുല്ലാഹ് അങ്ങനെ പറഞ്ഞതായിട്ട് ഇബ്നു കസീർ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. അദ്ദേഹം ലാഹിരി മദ്ഹബിൻ്റെ ഒരാളാണ്. അഥവാ എങ്ങനെയാണോ ലഫ്ള് വന്ന് അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുക, മറ്റു കാര്യങ്ങളെ ഖിയാസ് ചെയ്യാതെ. അപ്പോൾ തെറ്റായ അഭിപ്രായമാണെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അള്ളാഹുവിൻ്റെ നാമങ്ങളിൽ ദഹർ എന്നുള്ള നാമമില്ല. അതുകൊണ്ട് തന്നെ യാ അദ്ദഹർ എന്ന് വിളിക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ നാമം ഉണ്ടെങ്കിലേ നമുക്ക് അങ്ങനെ വിളിക്കാൻ പറ്റുകയുള്ളൂ. വദ്ദഹർ എന്ന് സത്യം ചെയ്യാനും പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ നാമാണ്, നമുക്കത് വെച്ച് സത്യം ചെയ്യാം. വല്ലാഹി വറഹ്മാൻ എന്നൊക്കെ സത്യം ചെയ്യാം. ഇത് അള്ളാഹുവിൻ്റെ നാമമായി സ്ഥിരപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ വിളിക്കുമ്പോൾ യാ അദ്ദഹർ എന്ന് വിളിക്കരുത്. കാരണം അള്ളാഹുവിൻ്റെ നാമമായി സ്ഥിരപ്പെട്ടിട്ടില്ല. അതാണ് ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. ഖാദി ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, ദക്കറ മൻ ലാ തഹ്ഖീഖ ലഹു അന്ന ദഹ്റ ഇസ്മു മിൻ അസ്മാ ഇല്ല. ശരിയായ തഹ്ഖീഖ് ഇല്ലാത്ത ചില ആളുകൾ ദഹർ എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ നാമമാണെന്ന് പറയുന്നുണ്ട്. വഹാദ ജഹ്ലുൻ മിൻ ഖാഇലിഹി, അത് പറഞ്ഞ ആളുകളുടെ അറിവില്ലായ്മയാണ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അള്ളാഹുവിനെ കാലത്തോട് സാദൃശ്യപ്പെടുത്തുന്നതിന് തുല്യമാണ്. കാലം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ മഖ്ലൂക്കല്ലേ. ദഹർ എന്ന് പറഞ്ഞാൽ കാലം എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു പടപ്പല്ലേ, അതങ്ങനെ പിന്നെ അള്ളാഹുവിൻ്റെ നാമമാകും. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് ഒന്നുകൂടി മനോഹരമായി പറയുന്നുണ്ട്. അദ്ദേഹം പറയാണ്, അദ്ദഹുർ ലൈസ മിൻ അസ്മാ ഇല്ലാഹി തആല, ദഹർ എന്ന് പറയുന്ന അള്ളാഹിൻ്റെ നാമത്തിൽ പെട്ടതല്ല. ലിഅന്നഹു ഇസ്മുൻ ജാമിദുൻ ലാ യതളമ്മനു മഅനാ യൽഹിഖുഹു ബിൽ അസ്മാഇൽ ഹുസ്ന. കാരണം അള്ളാഹു സുബ്ഹാനഹു വതആല ഏതൊരു നാമത്തിനും റഹ്മാൻ എന്ന് പറയുമ്പോൾ അതിലൊരു സിഫത്തുണ്ടാവും. റഹ്മത്ത്, വിശാലമായ കാരുണ്യമുള്ളവനാണ് അർ റഹ്മാൻ. അർ റഹീമാണ്, ആ വിശാലമായ കാരുണ്യം പടപ്പുകളിലേക്ക് എത്തിക്കുന്നവനാണ്. അർ റഹീമാണ്, അള്ളാഹുവിൻ്റെ സ്നേഹമുണ്ട്. അള്ളാഹു ഗഫാറാണ്, പാപങ്ങൾക്ക് അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന മഗ്ഫിറത്ത് എന്ന് പറയുന്ന കാര്യം അള്ളാഹുവിലുണ്ട്. അപ്പോൾ ഏതൊരു നാമത്തിനും അതിൻ്റെ ഉള്ളിൽ ഒരു വിശേഷണം അടങ്ങിയിട്ടുണ്ടാകും. എല്ലാ വിശേഷണങ്ങൾക്കും നാമം ഉണ്ടായിക്കൊള്ളുന്നില്ല, പക്ഷേ ഏതൊരു നാമത്തിനും ഒരു വിശേഷണം ഉണ്ടാകും. അപ്പോൾ ആ വിശേഷണം ഉൾക്കൊള്ളുന്നുണ്ട്. ദഹറിൽ എന്ത് വിശേഷണമാണുള്ളത്? ദഹറിൽ അങ്ങനെ ഒരു വിശേഷണമില്ല. കാരണം ഇതൊരു സമയത്തെയോ കാലത്തെയോ ഒക്കെ അറിയിക്കുന്നതായ കാര്യമാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നാമം അങ്ങനെ വരികയില്ല, അതിൽ പ്രത്യേക വിശേഷണമൊന്നുമില്ല. അതുകൊണ്ട് ദഹർ എന്നുള്ളത് അള്ളാഹുവിൻ്റെ നാമമല്ല. എന്നാൽ എന്താണ് അപ്പോൾ ദഹർ, അനദ്ദഹർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതാണ് ശേഷം പറഞ്ഞ കാര്യം, ഉഖല്ലിബുൽ ലൈല വന്നഹാർ, അത് അതിൻ്റെ തഫ്സീറാണ്. അള്ളാഹു കാലമാണ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാലത്തെ നിയന്ത്രിക്കുന്നവനാണ് എന്നാണ്. രാവിനെയും പകലിനെയും നിയന്ത്രിച്ചുകൊണ്ട് കാലത്തെ നിയന്ത്രിക്കുക എന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് ആ നിലക്ക് നിങ്ങൾ കാലത്തെ ചീത്ത പറഞ്ഞാൽ അത് അള്ളാഹുവിനെ ചീത്ത പറയലിലേക്ക് എത്തും എന്ന രൂപത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല അവിടെ പറഞ്ഞത്.
എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക.